ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 17, ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയുടെ തിരുനാൾ. ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ആന്റണിക്ക് 20 വയസ്സുള്ളപ്പോൾ വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നത് കേട്ടു: നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. തനിക്കുണ്ടായിരുന്ന സർവ്വതും വിറ്റ് ആന്റണി നൈൽ നദിയുടെ കിഴക്കുവശത്തു പോയി സന്യാസികളെപ്പോലെ ഏകാന്ത ജീവിതം നയിച്ചു. ദർ എൽ മെമോൺ മലയിൽ ആന്റണിയെ അനുകരിച്ച് അനേകം പേർ ചെന്നു. ആന്റണി അവരെ സന്യാസ ജീവിതം അഭ്യസിപ്പിച്ചു. ശിഷ്യരുടെ ആധിക്യ നിമിത്തം ആന്റണി നൈൽ നദിക്കും ചെങ്കടലിനും മധ്യേയുള്ള വനത്തിലേക്ക് പോയി. 45 വർഷം അവിടെ താമസിച്ച് ധർമാർ അന്തോണിയൂസ് എന്ന ആശ്രമം സ്ഥാപിച്ചു. ഏകാന്ത ജീവിതത്തിനിടയ്ക്ക് 60-ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയയിലേക്ക് പോയി മതമർദ്ദന വിധേയരായ ക്രിസ്ത്യാനികളെ മാനസാന്തരപ്പെടുത്തി. ഒരിക്കൽ പിശാചുക്കൾ ആന്റണിയെ അടിച്ച് മൃതപ്രായനാക്കിയ ശേഷം ആന്റണി പിശാചുക്കളോട് പറഞ്ഞു: ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകറ്റുവാൻ കഴിയുകയില്ല. ആന്റണിയുടെ ദൃഢവിശ്വാസം കണ്ട് പിശാചുക്കൾ അപ്പോൾ തന്നെ അവനെ വിട്ടുപോയി. 2-3 ദിവസം കൂടുമ്പോൾ കുറേ അപ്പവും വെള്ളവും മാത്രം ആന്റണി കഴിച്ചിരുന്നു. ഏകാന്തതയും പ്രായച്ചിത്തവും വനത്തിലെ ജീവിതവും 105-ാമത്തെ വയസ്സുവരെ ആന്റണിയെ ജീവിക്കാൻ സഹായിച്ചു. ഈശോയോടുള്ള സ്നേഹത്തിൽ ഞങ്ങളും എന്നും നിലനിൽക്കുവാൻ ഈജിപ്തിലെ വിശുദ്ധ ആന്റണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.